ഹായ് വെൽക്കം ബാക്ക് ടു സെൽമോസ് എഞ്ചിനീയറിംഗ് വേൾഡ്. ഇത് നമ്മൾ പറയാൻ പോകുന്നത് പിവോട്ട് ടേബിളിനെ കുറിച്ചാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താണ് ഇത്, ക്യാൻവാസ് എന്താണ്, റോ എന്താണ്, കോളം എന്താണ് എന്നൊക്കെ പറഞ്ഞു. ഇനി നമുക്ക് ഒരുപാട് ഡാറ്റാസ് ഉണ്ടെങ്കിൽ അതിലെല്ലാം സമ്മറൈസേഷൻ ചെയ്തിട്ട് നമുക്ക് സോർട്ട് ചെയ്തിട്ട് ഡാറ്റ നമ്മൾക്ക് ആഗ്രഹിക്കുന്ന ടൈപ്പ് ഡാറ്റ, നമുക്ക് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡാറ്റ ഉണ്ടെങ്കിൽ അതെന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇൻസെർട്ടിൽ പോവുക, പിവോട്ട് ടേബിൾ എടുക്കുക. അതിൽ നമ്മൾ റോ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ അതിൽ ഏതെങ്കിലും കോളത്തിലാണ് നമ്മൾ കേസർ വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി അതിൽ കോളം സെലക്ട് ആവും. അല്ല പുറത്ത് എവിടെയെങ്കിലും ആണെങ്കിൽ നമ്മൾ മാനുവലി ആ കോളം ആ ഒരു ആരെ സെലക്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ അതിൻ്റെ മുകളിൽ വെച്ചിട്ട് പിവോട്ട് ടേബിൾ എടുത്തു, അതിൽ എല്ലാം നോക്കി. അപ്പോൾ നമുക്കൊരു ന്യൂ വർക്ക് ഷീറ്റാണ് വേണ്ടത് വെച്ചാൽ അത് അല്ലെങ്കിൽ ആ ഒരു വർക്ക് ഷീറ്റ് തന്നെ നമുക്ക് വെച്ചാൽ ആ ഒരു വർക്ക് ഷീറ്റ് എടുക്കാം. ഒരു ഷീറ്റ് ഞാൻ വെറുതെ വെച്ചതാണ്. ഷീറ്റ് 3യും ഷീറ്റ് 1ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഷീറ്റ് 3യിലാണ് നമ്മൾക്ക് പിവോട്ട് ടേബിൾ ഉള്ളത്. അതിൽ എല്ലാ ഡാറ്റാസും വന്നു. അതിൻ്റെ സൈഡിലായിട്ട് പ്രൊഡക്റ്റ്, കാറ്റഗറി, എമൗണ്ട്, ഇങ്ങനെ അതിലെന്താണോ നമ്മൾ ഹെഡാക്കി കൊടുത്തിട്ടുള്ളത് അതൊക്കെ വന്നിട്ടുണ്ടാവും. അതിൽ നമുക്കിപ്പോൾ ഏതൊക്കെ വേണ്ടത്, പ്രൊഡക്റ്റ് നമ്മളത് ഒരു റോയിലാക്കി കൊടുത്തു. അപ്പോൾ നമുക്ക് റോയിലായിട്ട് വന്നു. ഇതൊക്കെയാണ് ബിസ്ക്കറ്റ്, കേക്ക്, ഐസ്ക്രീം, സ്വീറ്റ്സ് ഐറ്റംസ്, അങ്ങനെ. പിന്നെ എമൗണ്ട് അത് വാല്യൂസിൽ വന്നു. അപ്പോൾ സം ഓഫ് ദ എമൗണ്ട്, അതേപോലെ തന്നെ ഗ്രാൻഡ് ടോട്ടൽ എമൗണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഹയസ്റ്റ് വാല്യൂ ഏതാണ് നമുക്ക് സെയിൽ ചെയ്ത് കിട്ടിയിട്ടുള്ളതെന്ന് മനസ്സിലായി. അപ്പോൾ അത് ഇതിലേക്ക് അയക്കാണ്. അത് നമുക്ക് ഒരു ഓർഡറിലേക്ക് വെക്കാം. അസെൻഡിങ് ഓർഡറും ഡിസെൻഡിങ് ഓർഡറൊക്കെ നമുക്കറിയാമല്ലോ. അപ്പോൾ ഏതാണ് ഹയസ്റ്റ് വാല്യൂ എന്ന് വെച്ചിട്ട് അത് സോർട്ട് ചെയ്തിട്ട് നമ്മളത് അതിലേക്ക് വെക്കുക. അപ്പോൾ നമുക്ക് മനസ്സിലായി കേക്കാണ് ഏറ്റവും കൂടുതൽ സെൽ ചെയ്തിട്ടുള്ളത്, അതിൻ്റെ എമൗണ്ടും കിട്ടി. സോ ഇനി നമുക്ക് ഫിൽറ്റേഴ്സ് അറിയണതിൽ ഡേറ്റ്, അതേപോലെ തന്നെ കൺട്രി ഒക്കെ കൊടുക്കുക. ഫിൽറ്റർ അറിയണത് എന്താ, നമ്മൾ സാധാ ഫിൽറ്റർ ചെയ്യലില്ല. ഇപ്പോൾ നമ്മൾക്കിപ്പോൾ ഒരു ഫിൽറ്ററിന് എക്സാമ്പിൾ ഡേറ്റ് വെച്ചിട്ട് നമ്മളതിനെ ഇതാക്കുകയാണ്. അതേപോലെ തന്നെ കൺട്രി വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ ആ ഒരു ഡേറ്റിൽ ആ ഒരു കൺട്രി, ജർമ്മനി എന്ന കൺട്രിയിൽ എത്രത്തോളം ബേക്കറി ഐറ്റംസ് ഇതൊന്നുമില്ല. അപ്പോൾ നമുക്ക് ആ ഒരു പോർഷൻ നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാം. ജർമ്മനി നമ്മളത് എടുത്ത് കളഞ്ഞു. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഫിൽറ്റർ ചെയ്യാം, ഓൾ എന്ന് ഓർത്തിട്ട് നമുക്ക് ഫിൽറ്റർ ചെയ്യാം. അങ്ങനെ ഒരുപാട് ഇതിൽ ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് എങ്ങനെയാണോ ഏറ്റവും അനലൈസ് ചെയ്തിട്ട് ഏറ്റവും ഷോർട്ടായിട്ട് ഉള്ള ഫോമിൽ കിട്ടണം, അങ്ങനെയാണ് നമ്മൾ പിവോട്ട് ടേബിൾ ഉപയോഗിക്കുന്നത് ഒരുപാട് ലാർജ് ഡാറ്റാസിന്. ഇപ്പോൾ ഇങ്ങനെ ഒരു സിമ്പിൾ ഡാറ്റ ആക്കിയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് അതിന് എന്തൊക്കെ അതിലേക്ക് ആഡ് ചെയ്യണം, അതേപോലെ തന്നെ റിമൂവ് ചെയ്യണം. ഇപ്പോൾ സം ഓഫ് ദ എമൗണ്ട് ആണെങ്കിൽ ഇപ്പോൾ മിനിമം, മാക്സിമം, ആവറേജ്, പ്രൊഡക്റ്റ്, അങ്ങനെ എല്ലാം നമുക്കിതിലേക്ക് കൊണ്ടുവരാം. പ്രൊഡക്റ്റ് എമൗണ്ട് എത്രയാണോ അങ്ങനെ എല്ലാം നമുക്കിതിലേക്ക് കൊണ്ടുവരാം. അതാണ് ഈ ഒരു പിവോട്ട് ടേബിളിൻ്റെ ഉപകാരം. താങ്ക് യു ഫോർ വാച്ചിങ്.